സാധാരണമായ ഒരു രക്ഷാദൌത്യത്തിനാണ് കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത്. ഒരാഴ്ചയിലേറെയായി കലൂർ സ്റ്റേഡിയത്തിന് സമീപം മെട്രോ റെയിലിന്റെ തൂണിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ മണിക്കൂറുകളുടെ ശ്രമത്തിനൊടുവിൽ രക്ഷിച്ചു. ആദ്യ 2 ശ്രമം പാളിയതോടെ രാത്രി 12 മണിക്ക് ശേഷം അഗ്നിരക്ഷാസേനയും ആനിമൽ റെസ്ക്യൂ സംഘവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം പുലർച്ചെ 1:30യോടെയാണ് ലക്ഷ്യം കണ്ടത്. പൂച്ചയെ പള്ളുരുത്തിയിലെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റി. ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഈ കൊച്ചിയിലെ മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയിരിക്കുന്ന സുഭാഷ് എന്ന് പറയുന്ന പൂച്ചയെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. വലിയ ശ്രമകരമായൊരു ദൗത്യം തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം ഒരു പകൽ മുഴുവൻ അതിനുവേണ്ടി അഗ്നിരക്ഷാസേന കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അത് പൂർണ്ണ തോതിലേക്ക് സാധ്യമായിരുന്നില്ല. തുടർന്നാണ് രാത്രിയിലേക്ക് ദൗത്യം മാറ്റിയത്. ഏകദേശം 11:30 ശേഷം മെട്രോ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം അതിനുവേണ്ടിയുള്ള സമയം തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി വലിയ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് 12 മണിയോടുകൂടി ഈ ദൗത്യം ആരംഭിച്ചു. ഏകദേശം 12:40 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസ്ക്യൂവിന് വേണ്ടി ഒരു സംഘം മുകളിലേക്ക് കയറി. അഗ്നിരക്ഷാസേനയുടെയും അതോടൊപ്പം തന്നെ അനിമൽ റെസ്ക്യൂവിന്റെയും സംഘമാണ് പോയത്. ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് ഒരുപക്ഷെ പൂച്ചയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൂടാണ്, ഈ കൂട് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് പിടിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന്റെ ആവശ്യം വന്നില്ല. കയറി പരിശോധന നടത്തുന്ന വേളയിൽ തന്നെ ആദ്യം തന്നെ പൂച്ചയെ കണ്ടെത്താൻ സാധിച്ചു. അതിന്റെ തൊട്ട് പിന്നാലെ പൂച്ചയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതെന്തായാലും ഏകദേശം 1:15 പൂർത്തിയാവുകയായിരുന്നു. പിന്നെ ഒരു ജീവനോടുള്ള കരുതലായത് കാരണം ഇതിനെങ്ങനെയും രക്ഷപ്പെടുത്തണമെന്നായി. അപ്പോൾ ഒരു തവണ വന്നിട്ട് പരിസരം മടങ്ങി പോകേണ്ടി വന്നു. അപ്പം നമ്മൾ ഇന്നത് തീർച്ചയായിട്ടും മെട്രോയും കൂടെ സഹകരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അന്ന് ആദ്യം വന്ന് നോക്കിയ സമയത്തിന് ലൈനിന് മുകളിൽ പോയേക്കണ കാരണം ഇലക്ട്രിസിറ്റി ഉള്ള കാരണം അത്ര സേഫ്റ്റി അല്ലാത്ത കാരണം കൊണ്ട് ഇത് നിർത്തിവെച്ച ശേഷം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇപ്പോൾ അതിന് ട്രിപ്പ് കൊടുത്ത ശേഷം അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് ഒബ്സർവേഷൻ നടത്തും, 2 ദിവസം ഒബ്സർവേഷൻ നടത്തിയ ശേഷം ഭാഗ്യമുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. ജീവനോടെ ഇതിനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം പൂച്ച നന്നായി അവശനായിട്ടുണ്ടായിരുന്നു. വെള്ളം കിട്ടാത്തതിന്റെ പ്രശ്നം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരാഴ്ചയെ കുടുങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ആശങ്കയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കയെല്ലാം വിരാമം ഇട്ടുകൊണ്ട് പൂച്ചയെ കിട്ടിയ സമയത്ത് കണ്ട ആഹ്ലാദം എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലായിരുന്നു. ആ ആഹ്ലാദത്തിനെല്ലാം ഒടുവിൽ ഏകദേശം 1:30 ഈ പൂച്ചയുമായിട്ടുള്ള സംഘം ആശുപത്രിയിലേക്ക് കുതിക്കുകയാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.